തോമ ഈ തൈമരത്താലേ മുൻകാനും പിൻകാനും പറ്റി കുത്തി വെട്ടിയ മരത്തിന് ക്ഷീണമല്ലേ? തൈമരത്തെ മുൻകാനും പിൻകാനും കുത്തി വെട്ടിയാൽ മരത്തിന് മസ്റ്റായിട്ട് ക്ഷീണോ മുൻകാനും പിൻകാനും കുത്തി വെട്ടരുത്. അപ്പൊ ഇത് ഇങ്ങനെ കുത്തി വെട്ടുന്ന ഒരു സാഹചര്യം എപ്പോഴാ? സാഹചര്യം എന്ന് പറയാൻ ഇത് മുൻകാന കുത്താതെ ചെരിച്ചു വിട്ടിരിക്കുന്ന ഇത് നൈസായിട്ട് മുൻകാന കുത്തിയിട്ടില്ല. സാധാ ടാപ്പിംഗിൽ ആരംഭിച്ചു. ബാക്ക് സൈഡിലാണ് ഇതിന്റെ കുത്തിയിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ചെയ്യുമ്പോൾ പാലെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും പാല് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വന്ന് ജനിഞ്ഞിട്ട് ഈ കത്തിയുടെ മോനയ്ക്ക് അങ്ങോട്ട് തള്ളി വെച്ചേക്കും. ഇത് ഒടിക്കുകയല്ല, ഇത് കറക്റ്റ് പോയിന്റിൽ വന്നു. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ മുറിവ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മുറിവ് അത് ഇവിടെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. കുത്തി വെട്ടുക അതായത് മുറി കുത്തുക എന്ന് പറയും. ഈ മുറി കുത്തലാലാണ് വെട്ടുകാരൻ പാലെടുക്കുന്നത്. ഇങ്ങനെ കുത്തുന്നതിനാ ഈ കുത്തുന്നിടത്തുനിന്നാണ് പാല് യഥാർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഈ ഭാഗത്തിൻ്റെ ഈ മരത്തിൻ്റെ ഒരു കാൽ ഭാഗം ഇവിടുന്ന് പോന്നിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് കാണത്തിലുള്ള ഊരിപ്പോരും. അപ്പൊ അതാ ഏത് സാഹചര്യത്തിലായി പിൻകാന കുത്തുന്നു? അതായത് ഒന്നാം വശം വെട്ടി, രണ്ടാം വശവും വെട്ടി, മൂന്നാം വശമായി കഴിയുമ്പോഴത്തേനും പിൻകാനയും വെട്ടാം. അപ്പൊ സ്വാഭാവികമായിട്ട് വെട്ടുപൊട്ട വെട്ടുമ്പോ പാലുൽപാദനം കുറയും. ഇതിപ്പം മൂന്നാം വശം വെട്ടുന്നത് മൂന്നാം വശം അതിന്റെ ബാക്കി വെട്ടി. ഇനി ഡി വെട്ടുമ്പം ഈ സൈഡ് ഇതിന്റെ ബാക്കി ഇവിടെ കുത്തുമില്ല, ഇങ്ങോട്ടല്ല പട്ട വരും. അപ്പൊ ഈ സൈഡ് ഇവിടെ കുത്തിയിരിക്കുകയല്ലേ, അപ്പൊ അവിടെ അത് കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ മറു സൈഡ് കിട്ടും. ഈ സൈഡ് കുത്തുമ്പോ കിട്ടും. അതായത് രണ്ട് സൈഡ് ഒരുപോലെ കുത്താം. ഒരു മരത്തിന്റെ ഹാഫ് സൈഡായിട്ട് എടുത്തിട്ട് അതിന്റെ യഥാർത്ഥത്തിൽ നമ്മളൊരു 3 ഇഞ്ച് കനം കൂടെ കൂടുതൽ വെട്ടുന്ന അത്രയും പാല് നമ്മൾ ഊറ്റി ഈ പിൻകാനയും വരുന്നുണ്ട്. അപ്പൊ ഈ സൈഡ് വെട്ടുമ്പോ ഇതിന്റെ ബാക്കി കുത്തും. ഇതിന്റെ ബാക്കി വരും. ഇവിടെ ഇങ്ങോട്ട് ടാപ്പിംഗ്, ഈ പൊക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് ടാപ്പിംഗ് വരും. അപ്പൊ ഇതിന്റെ ബാക്കി ഇവിടെ കുത്തു വരും. ഈ വെട്ടുവട്ട വെട്ടുന്നതിന്റെ പാലിന്റെ കുറവ് വരുന്നത് ഒരു പരിധി വരെ പരിഹരിക്കും അല്ലേ? അതിൽ പൊടിക്കായ വിട്ട് നന്നായിട്ട് വെട്ടിയെടുക്കും. പൊടിക്കായ ഇട്ട് വെട്ടാം. പിന്നെ നമ്മൾ വെട്ട് ആവർത്തിക്കുന്നില്ല. അത്രേ ഉള്ളു കാര്യം. അത്രേ ഉള്ളൂ.